ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ള മുട്ട ഓംപ്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. അത്രയ്ക്ക് നല്ല രുചിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഓംപ്ലേറ്റ് എങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചീകിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു കിഴങ്ങ് മുഴുവനും ഇവിടെ ചെറുതായിട്ട് ഇവിടെ ചീകിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ഇനി ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് തന്നെ അതിലേക്ക് 1 കപ്പ് അളവിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതേ 1 കപ്പ് അളവിൽ നമ്മൾ നേരത്തെ കിഴങ്ങാണെങ്കിൽ ചീക്കി വെച്ചിരുന്നില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനെ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ കിഴങ്ങൊന്ന് വേവാനായിട്ട് ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ച് നമുക്ക് ആ കിഴങ്ങൊന്ന് വേവിച്ചിട്ടെടുക്കാം. ആ സമയത്തിനുള്ളിൽ ഒരു ബൗളിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുത്തിട്ടുള്ള മുട്ട അത്യാവശ്യം വലിയ സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ 2 മുട്ട എടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയൊന്ന് നമുക്ക് അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ആക്കിയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആണെങ്കിൽ ഉള്ളിയും കിഴങ്ങും ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി ഇത് നമ്മൾ നേരത്തെ മുട്ട അടിച്ച് വെച്ചിരുന്നില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഉള്ളിയും കിഴങ്ങും എണ്ണയിലിട്ടൊന്ന് വഴറ്റി വെച്ചത് നമുക്ക് ആ മുട്ടയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ആ പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ആകും വിധം അതൊന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കണം. ഈ മുട്ട വേവാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചിട്ട് എടുക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയി. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്തിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുട്ട ഓംപ്ലേറ്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.